പാരീസ് ഒളിമ്പിക്സ് പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുകയാണ്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എന്നിവർ പങ്കെടുക്കുന്നു. ഒളിമ്പിക്സിൽ മികച്ച വിജയം നേടുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് താരങ്ങളെന്ന് പ്രധാനമന്ത്രി. കായിക രംഗത്ത് മഹത്തരമായ നേട്ടം കൈവരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. और हमारे जैसे देश के लोग जाते हैं, कई कठिनाइयां होती है, बहुत सी असुविधाएं होती है, लेकिन दिल में उसके मन में रहता है मेरा देश, मेरा तिरंगा झंडा, और इसलिए वो कठिनाइयों को, असुविधाओं को बिल्कुल साइड में रखता है, वो अपने मिशन के लिए लग जाता है। और इसलिए साथियों, मुझे पक्का विश्वास है कि इस बार भी खेल के मैदान में आप भारत का नाम रोशन करके आएंगे. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, നിഖാത് സരീൻ, പ്രദീപ് പവാർ അടക്കമുള്ള ഒരുപിടി താരങ്ങളുണ്ട്. ബോക്സിംഗിലടക്കം ഒരുപിടി താരങ്ങൾ ഒരുപക്ഷെ ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ലവ്ലിന ബോർഗോഹെയ്ൻ അടക്കമുള്ള താരങ്ങൾ പോകുമ്പോൾ എന്താണ് നമ്മുടെ ടീമിന്റെ പ്രതീക്ഷ? എങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുമായി അവരുടെ സംവാദം? അച്യുതൻ. ഹാഷ്മി, ജൂലൈ അവസാന വാരത്തോടു കൂടിയാണ് ഈ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. അതിലേക്ക് പോകുന്ന നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിലെ കായിക താരങ്ങളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംവദിച്ചിരിക്കുന്നത്. ഈ ഒരു സംവാദ ചടങ്ങിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും ഒളിമ്പിക് അധ്യക്ഷ പി ടി ഉഷ ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമന്ത്രി താരങ്ങളോട് പങ്കുവച്ച കാര്യങ്ങൾ എന്നുള്ളത് ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും വിജയം കൈവരിക്കുവാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് താരങ്ങളുള്ളതെന്ന് താൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ വിജയിച്ചു വരുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് താനുമുള്ളത് എന്നുള്ള പ്രതികരണമാണ് നരേന്ദ്രമോദി ആദ്യമായി നടത്തുന്നത്. കായിക താരങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിങ്ങളുടെ പരിശ്രമങ്ങൾ മനസ്സിലാക്കുവാനും താൻ നിരന്തരം ശ്രമിക്കാറുണ്ട്. എല്ലാവരുമായി നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടപഴകിക്കൊണ്ടാണ് താൻ ഈ കായിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല, ഈ ഒളിമ്പിക്സ് വേദി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ കൂടിയുള്ള അവസരങ്ങൾ നൽകുന്നു എന്നുള്ള കാര്യം കൂടി കായിക താരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രധാനമന്ത്രി. അതിനുശേഷം പല കായിക താരങ്ങളും പ്രധാനമന്ത്രിയോടും സംസാരിക്കുകയുണ്ടായി. അതിൽ ബാഡ്മിന്റൺ താരം PV സിന്ധു പറഞ്ഞത് താൻ 3 തവണയാണ് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത്. അതിൽ 2016 വെള്ളി നേടി, 2020 വെങ്കലവും നേടി. എന്നാൽ ഇത്തവണ വരുമ്പോൾ ഒരു നിറം മാറ്റം, അതായത് മെഡലിൽ ഒരു നിറം മാറ്റം താൻ ഉണ്ടാക്കും, സ്വർണം നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് PV സിന്ധുവും ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായത്. എന്തായാലും കായിക താരങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ഒരു സംവാദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി കായിക താരങ്ങളും അദ്ദേഹത്തോടും സംവദിക്കുകയുണ്ടായി. ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രയാസങ്ങളും താരങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഇന്ത്യയും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയും മാത്രമാണ് ഉള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും ആ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുമായാണ് ഈ ഒരു സംവാദം പ്രധാനമന്ത്രി സംഘടിപ്പിച്ചത്. എന്തായാലും ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ കൂടുതൽ മെഡൽ ടാലി ഉയർത്താൻ കഴിയുന്ന ഒരു ടീമാണ്, ശക്തമായ ടീമാണ്. അപ്പോൾ അവരുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.